എല്ലാവർക്കും കേരള ചരിത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ട് തന്നെ പ്രാചീന കേരളമാണ്, അതായത് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുറച്ച് പുരാണങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് വായുപുരാണം, മത്സ്യപുരാണം, പത്മപുരാണം, സ്കന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം, ഇതിലൊക്കെ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു നദിയാണ് പെരിയാർ. അപ്പം അതിനെക്കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പം അർത്ഥശാസ്ത്രത്തിൽ ഈ പെരിയാറിനെ പറയുന്നത് ചൂർണി എന്നാണ്. അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് കൗടില്യനാണ്. അടുത്തത് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുറച്ച് കൃതികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ രഘുവംശം അത് എഴുതിയിരിക്കുന്നത് കാളിദാസനാണ്. അതുപോലെ തപതി സംവരണം അത് എഴുതിയിരിക്കുന്നത് കുലശേഖരവർമ്മനാണ്. അതുപോലെ തന്നെ സുഭദ്ര ധനഞ്ജയം അത് എഴുതിയിരിക്കുന്നത് കുലശേഖരവർമ്മൻ. നെക്സ്റ്റ് ശിവാനന്ദ ലഹരി ശങ്കരാചാര്യൻ, ശങ്കരനാരായണീയം ശങ്കരനാരായണൻ, മൂഷകവംശം അതുലൻ, ചിലപ്പതികാരം ഇളങ്കോവടികൾ, കേരള പഴമ ഹെർമൻ ഗുണ്ടഡ്. അപ്പോൾ ഇത്രയാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട കൃതികൾ. ഇനി കേരളത്തെക്കുറിച്ച് പ്രതിപാദിച്ച ആദ്യ വിദേശ സഞ്ചാരിയാണ് മെഗസ്തീനസ്. മെഗസ്തീനസ് എന്ന് വെച്ചാൽ ഒരു വിദേശ സഞ്ചാരിയാണ്. അപ്പോൾ അദ്ദേഹമാണ് കേരളത്തെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിച്ച ഒരു സഞ്ചാരി. ഇനി പ്രാചീന ഭാരതത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ഒരു തുറമുഖ പട്ടണമാണ് മുസിരീസ്. ഇപ്പം മുസിരീസ് എന്ന് പറയുന്നത് പ്രാചീന ഭാരതത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ഒരു തുറമുഖ പട്ടണമാണ്. ഇനി പ്രാചീന കാലത്ത് സ്മാരക രൂപങ്ങൾ അറിയപ്പെടുന്നത് മഹാശിലാ സ്മാരകങ്ങൾ എന്നാണ്. അതായത് ആദ്യകാലത്ത് ഈ സ്മാരകങ്ങളായിട്ട് നിർമ്മിക്കുന്ന രൂപങ്ങളുണ്ട്, അതൊക്കെ അറിയപ്പെടുന്നത് മഹാശിലാ സ്മാരകങ്ങൾ എന്നാണ്. ഈ മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം അറിയപ്പെടുന്നത് മഹാശിലായുഗ കാലഘട്ടം എന്നാണ്. കാരണം അന്ന് ശിലകൾ കൊണ്ടാണ് ഈ മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടാണ് മഹാശിലായുഗ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. കൽവളയം, കന്മേശ, കല്ലറകൾ, മുനിയറ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, കൽത്തൊട്ടി, നാട്ടുകല്ല് തുടങ്ങിയവ. ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഇനി വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഗുഹയാണ് എടക്കൽ ഗുഹ. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എടക്കൽ ഗുഹയെക്കുറിച്ച്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഗുഹയാണ്. അവിടെ ശിലാലിഖിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എഴുതിയിരുന്ന ഭാഷ എന്ന് പറയുന്നത് ദ്രാവിഡ ബ്രഹ്മി ഭാഷയാണ്. ദ്രാവിഡ ബ്രഹ്മി ഭാഷയിലാണ് ആ ഗുഹയിലുള്ള ശിലാലിഖിതങ്ങളൊക്കെ എഴുതിയിരുന്നത്. ഇനി പണ്ട് കാലത്ത് കേരളത്തിൽ, അതായത് ആ പ്രാചീന കാലത്ത് കേരളത്തിലെ മൃതാവശിഷ്ടങ്ങൾ, അതായത് മരിച്ചവരെ അടക്കം ചെയ്തിരുന്ന അവരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്ന കല്ലറകളെ പറയുന്ന പേരുകളാണ് കുടക്കല്ല്, മുനിയറകൾ, നന്നങ്ങാടുകൾ തുടങ്ങിയവ. ഇവയിലൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്നത്. ഇനി കേരളത്തിലെ മഹാശിലായുഗ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രധാന സ്ഥലങ്ങളാണ് പറയുന്നത്. അതായത് കേരളത്തിലെ പണ്ടത്തെ ആ മഹാശിലായുഗ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയ കുറച്ച് പ്രധാനപ്പെട്ട കേരളത്തിലെ സ്ഥലങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ മറയൂർ എന്ന് പറയുന്ന സ്ഥലം ഇടുക്കിയിലാണ്. പോർക്കളം തൃശ്ശൂർ, കുപ്പക്കൊല്ലി വയനാട്, മങ്ങാട് കൊല്ലം, ആനക്കര പാലക്കാട്, ചേരമങ്ങാട് തൃശ്ശൂർ, കടനാട് കോട്ടയം, അഴീക്കോട് മലപ്പുറം, എങ്ങണ്ടിയൂർ തൃശ്ശൂർ. അപ്പം ഇത്രയാണ് കേരളത്തിലെ മഹാശിലായുഗ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രധാന സ്ഥലങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.